ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഹിനാത്തിൻ്റെ സ്കൾ ഉപയോഗിച്ച് ഹിനാത്തിൻ്റെ ഫേസ് എയുടെ സഹായത്തോടു കൂടി റീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഏകദേശം 40-ാം വയസ്സിലാണ് ഹിനാത്ത് മരിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അവരുടെ കല്ലറയിൽ നിന്ന് ലഭിച്ച എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവരിത് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ അവരുടെ ഡ്രസ്സും ഓർണമെന്റ്സിന്റെ ഒക്കെ ഡിസൈൻ ചെയ്തതെല്ലാം ആ ഒരു കല്ലറയിൽ നിന്ന് കിട്ടിയ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു സ്കളിന്റെ ഫോറൻസിക് പരിശോധനയിൽ അവർക്ക് പല്ലിന് കേടുണ്ടായിരുന്നെന്നും അതുപോലെ സിവിയർ ആർത്രൈറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വരെ കണ്ടെത്തിയിരുന്നു. ഹെഗ്രയിലെ ഏറ്റവും വലിയ ശിലാകല്ലറകളിൽ ഒന്നാണ് ഹിനാത്തിൻ്റെത്. ഈ കല്ലറയുടെ മുകളിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. BC 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രഭു കുടുംബാംഗമായിരുന്നു ഹിനാത്ത്. ഹിനാത്തിന്റെ കല്ലറയുടെ മുകളിലുള്ള ഇൻസ്ക്രിപ്ഷനിൽ കുറച്ച് വിവരങ്ങൾ എഴുതിയിരുന്നു. 2023-ൽ ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും ചേർന്ന് ഹീനത്തിന്റെ മുഖം പുനർനിർമ്മിച്ചു. കല്ലറയിൽ നിന്ന് ലഭിച്ച ഹിനാത്തിന്റെ തലയോട്ടിയുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ഡിജിറ്റൽ റീകൺസ്ട്രക്ഷൻ വഴി 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഹിനാത്തിന്റെ രൂപം ലോകത്തിന്റെ മുന്നിൽ എത്തിച്ചു. ആ ഒരു സ്കൾ ഉപയോഗിച്ച് ഹിനാത്തിന്റെ ഫേസ് എയുടെ സഹായത്തോടെ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഓരോ പ്രോസസ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പല പല പ്രോസസ്സിലൂടെയാണ് ഹിനാത്തിൻ്റെ ആ ഒരു ഫേസ് നമുക്ക് ഫൈനലി കാണാൻ പറ്റുന്നത്. ശരിക്കും ആ ഒരു ഗവേഷകരുടെ എഫേർട്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. എത്ര നാളത്തെ ഒരു പരിശ്രമവും പഠനവും കൊണ്ടൊക്കെയാണ് അവർ ശരിക്കും ഈ ഒരു ഫേസ് റീകൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അവസാനം അവർ ഈ ഒരു രീതിയിലാണ് ഫേസ് റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 2200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച നബാത്യൻ വംശജയായ ഹിനാത്ത് ഡോട്ടർ ഓഫ് വാൻബുവിൻ്റെ മുഖമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്.